രാജ്യത്ത് പേരുമാറ്റം തകൃതിയായി നടക്കുന്നതിനിടയിൽ പുതിയൊരു ആവശ്യം കൂടി ഇപ്പോൾ ബി.ജെ.പി. മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ചാന്ദിനി ചൗക്ക് എം.പി. ആയിട്ടുള്ള പ്രവീൺ ഖണ്ഡേവാലാണ് പുതിയൊരു ആവശ്യവുമായിട്ട് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സമീപിച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ ഒരു കത്തിൽ ആവശ്യപ്പെടുന്നത് രാജ്യതലസ്ഥാനത്തിന്റെ പേര്, അതായത് ന്യൂഡൽഹി എന്ന പേര് മാറ്റണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ന്യൂഡൽഹി മാറ്റിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥം എന്നാക്കി മാറ്റണം എന്നാണ് എം.പിയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഇത് കൂടാതെ രണ്ട് ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ന്യൂഡൽഹിയിലെ ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റണമെന്നതാണ്. ഈ കാണുന്നതാണ് ന്യൂഡൽഹിയിലെ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥ ജംഗ്ഷൻ എന്നാക്കി മാറ്റണമെന്നാണ് എം.പി. പ്രവീൺ ഖണ്ഡേവാൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പേര് ഇന്ദ്രപ്രസ്ഥ വിമാനത്താവളം എന്നാക്കി മാറ്റണമെന്നുകൂടി ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം ആവശ്യപ്പെടുന്നത് ഡൽഹിയിലെ ഏതെങ്കിലും പ്രമുഖ സ്ഥലത്ത് പാണ്ഡവരുടെ വലിയ പ്രതിമകൾ സ്ഥാപിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി പറയുന്നുണ്ട്. ഇന്ദ്രപ്രസ്ഥം എന്ന പേര് നമ്മുടെ മഹത്തായ പൈതൃകത്തെയും നീതിനിഷ്ഠമായ ഭരണത്തെയും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആത്മാവിനെയും പ്രതീകപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഡൽഹിയിൽ എത്രയും വേഗം ചെയ്യണം. ഈ മാറ്റം ദേശീയ അഭിമാനം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നിരവധി കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു കത്ത് ആഭ്യന്തരമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഇനി ഇതിൽ ആഭ്യന്തര മന്ത്രാലയം എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം നിരവധി പേരുമാറ്റങ്ങൾ ഡൽഹിയുടെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. ബി.ജെ.പി. സർക്കാർ അധികാരത്തിനേറിയതിനു ശേഷം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രാജ്പഥിന്റെ പേര് കർത്തവ്യപത്താക്കി മാറ്റുക. അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാനാക്കി മാറ്റുക. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിന്റെ പേര് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാക്കി മാറ്റുക. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പേരുമാറ്റങ്ങൾ ഡൽഹിയിൽ ഇതിനോടകം തന്നെ ബി.ജെ.പി. സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ചില പ്രധാനപ്പെട്ട റോഡുകളുടെ, പ്രത്യേകിച്ച് അക്ബർ റോഡുകളുടെ പേരുകളെല്ലാം മാറ്റണമെന്ന് നിരവധി തവണ ചില സംഘടനകൾ ആവശ്യപ്പെടുന്നു. ആ ബോർഡുകളിൽ കരിയോയിൽ ഒഴിക്കുന്നു. ആ സംഭവങ്ങൾ നിരന്തരമായിട്ട് ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ബി.ജെ.പി. എം.പി. ഇത്തരമൊരു ആവശ്യം, വലിയ ചർച്ചകൾക്ക് വഴിവെക്കാവുന്ന ഒരു ആവശ്യം കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നു. കഴിഞ്ഞ ദിവസം ഔറംഗാബാദിന്റെ പേര് മാറ്റി, അതിന്റെ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി. അത്തരത്തിൽ നടപടികൾ നടക്കുന്നതിനിടയിലാണ് രാജ്യതലസ്ഥാനത്ത് ഇത്തരമൊരു മാറ്റം, അതായത് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന്റെ പേര് മാറ്റണം. ന്യൂഡൽഹി എന്ന പേരല്ല ആ രാജ്യത്തിന്റെ തലസ്ഥാനത്തിന് യോജിച്ചത്, പകരം അത് ഇന്ദ്രപ്രസ്ഥമാക്കി മാറ്റണം. എന്നാൽ മാത്രമേ കുറെ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ചരിത്രത്തോട് നമുക്ക് നീതി പുലർത്തണമെങ്കിൽ പാണ്ഡവന്മാരുടെ പ്രതിമകൾ സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. ചരിത്രപരമായിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവീൺ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തുന്ന് രാവിലെയാണ് നൽകിയത്. അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ആവശ്യത്തോട് എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഡൽഹിയിലെ പ്രധാന സ്ഥലങ്ങളുടെ എല്ലാം പേരുകൾ മാറ്റിയത് ഇത്തരത്തിൽ ആരെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയുമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഇനി ഈ റെയിൽവേ സ്റ്റേഷന്റെ പേരുകൾ ഉൾപ്പെടെ മാറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. റെയിൽവേ അത്തരമൊരു തീരുമാനം സ്വീകരിക്കുമോ? കാരണം കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലാണ് ഔറംഗാബാദിന്റെ പേര് മാറ്റുകയും ഒരു പുതിയ പേര് ആ റെയിൽവേ സ്റ്റേഷന് നൽകുകയുമെല്ലാം ചെയ്തത്. അതിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉയർത്തുകയും ചെയ്തിരുന്നു. ആ പ്രതിഷേധങ്ങളെല്ലാം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ പേരുമാറ്റം, അതും രാജ്യതലസ്ഥാനത്തിന്റെ പേര് മാറ്റണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ ബി.ജെ.പി. മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനോട് എങ്ങനെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമായിരിക്കും. എം.പിയുടെ ആവശ്യത്തിന് അനുസരിച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഈ കത്ത് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഒരു വിശദീകരണമോ പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനോടകം തന്നെ ഈ ഒരു കത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇത്തരമൊരു നടപടി ബി.ജെ.പി. സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും നിരന്തരമായിട്ട് പേരുമാറ്റൽ തകൃതിയായിട്ട് രാജ്യതലസ്ഥാനത്ത് നടക്കുകയാണ്, ഡൽഹിയിൽ നടക്കുകയാണ്. അതിനിടയിലാണ് ബി.ജെ.പി. എം.പി. തന്നെ രാജ്യതലസ്ഥാനത്തിന്റെ പേര് മാറ്റണം എന്നുള്ളൊരാവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിൽ CS-നോടൊപ്പം തൗഫീഖ് അസ്ലം, മീഡിയ.